എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ ആന്ധ്രാപ്രദേശിലെ പളമനീർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ശരിക്കും ഒരു ഗ്രാമപ്രദേശമാണ് ഈ പളമനീർ എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ നിന്ന് മദനപ്പള്ളി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. കാണുമ്പോൾ ചെറിയൊരു ടൗൺ പോലെ ഉണ്ടെങ്കിലും ഈ ഒരു റോഡ് വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പക്ക ഗ്രാമം തന്നെയാണ് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും ഒരു 10 വർഷം ബാക്കിലാണ് ഇവിടെയുള്ള ആൾക്കാരൊക്കെ താമസിക്കുന്നത്. ഇത് ആന്ധ്രാപ്രദേശ് ജയിൽ വകുപ്പിന്റെ പെട്രോൾ പമ്പാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ ജയിൽ വകുപ്പ് ചപ്പാത്തി കൊടുക്കുന്നില്ലേ, അതേപോലെ ഇവിടുത്തെ പ്രിസൺ ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നതാണ് പെട്രോൾ പമ്പ്. ഇത് ഇവിടുത്തെ ബസ്സുകളാണ്. ഇനി നേരെ പളമനീർ ബസ് സ്റ്റാൻഡിലേക്കാണ് പോകുന്നത്. ഇവിടെ ആന്ധ്രാപ്രദേശിന്റെ ബസ്സുകളാണുള്ളത്. നമ്മുടെ ശബരിമലയ്ക്ക് വരുന്ന ഒരുപാട് സ്വാമിമാരനെ ഞാനിവിടെ കണ്ടു കേട്ടോ. ഇതാണ് ഞങ്ങൾക്ക് പോകേണ്ട വണ്ടി. KSRTC എന്നൊക്കെ പറയുന്ന പോലെ ഇവർ APSRTC എന്നാണ് പറയുന്നത്, ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട്. അങ്ങനെ ബസ് കയറിയിരുന്നു. ഇവിടുത്തെ ബസ്സിനാണ് ഒരു പ്രത്യേകത ഉണ്ട്. ആകെ ഒരു ഡോറ് മാത്രമേ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ 2 ഡോറുണ്ടായിട്ട് ആൾക്കാർക്ക് കയറാനും ഇറങ്ങാനും പറ്റുന്നില്ല. അപ്പോഴാണ് ഇവിടെ ഒരു ഡോറ് മാത്രമുള്ള ബസ്. അങ്ങനെ ബസ് ഇപ്പോൾ എടുത്തു കഴിഞ്ഞ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് മദനപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഒരു ഗ്രാമീണ അന്തരീക്ഷമാണ് മദനപ്പള്ളിക്ക് പോകുന്ന വഴിയിലൊക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയാം, രാഷ്ട്രീയക്കാരുടെ ഒരു പോസ്റ്റർ വയ്ക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അണികളുടെ എല്ലാവരുടെയും ഫോട്ടോസ് അതിൽ വയ്ക്കും. അതായത് ആ ഫ്ലക്സിന് വേണ്ടി പിരിവെടുത്ത ആൾക്കാരുടെ എല്ലാവരുടെയും. പളമനീർ നിന്ന് മദനപ്പള്ളിയിലേക്ക് പോകുന്നൊരു വഴിയിലാണ്. ഇവിടെ സായിബാബ അമ്പലമാണ് എന്തോ. ഇവിടെയൊക്കെ നല്ലൊരു ടൗൺ പോലെയാണ് കാണുന്നത്. കുറച്ചും കൂടി കഴിഞ്ഞാൽ ഗ്രാമം. ഇപ്പോൾ ടൗണിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ ഒരു എന്താ പറയുക, ഗ്രാമം ഒരു രീതിയിലെത്തി. ഈ പോകുന്ന വഴിയുണ്ടല്ലോ, ഇവിടെ ഒക്കെ കൃഷി സ്ഥലങ്ങളാണ്. പല വിധത്തിലുള്ള കൃഷികളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ മൊത്തം പാവപ്പെട്ട മനുഷ്യരാണ്, സാധാരണക്കാരിൽ വളരെയധികം സാധാരണക്കാരായ ആളുകൾ. ശരിക്കും എന്താ പറയുക, ഗൂഗിൾ പേ ഒന്നും ഇവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു 90കളിലാണ് ജീവിക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയാണ് ഈ ഒരു നാട്ടിലത്തെ അവസ്ഥ. അത് വിശദമായിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ತಮಿಳ್ನಾಡು ಫಸ್ಟ್ ತಮಿಳ್ನಾಡು ಕೇರಳ ಆಂಧ್ರ ಅವರು ಕೂಡ ಯಾಕಂದ್ರೆ ಪದಿನೇಳು ಮುಂದೆ ತಮಿಳ್ನಾಡು ತಮಿಳ್ನಾಡು ಪೂರ್ತಿ ರೀತಿ ಅಂತ పెద్ద చదువుకుంటా అంటే దేవుడిదైన దాంట్లో ఏదో మంచి ఉద్యోగం చేస్తే
అప్పుడు వాళ్ళు తెలుగు వాళ్ళ ప్రింటింగ్ కదా అర్థం కాదు అన్నమాట లేదు కదా అది ప్రింట్ ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്. പോകുന്ന വഴിയിൽ ഞാനൊരു അമ്പലം കണ്ടു. നോക്കും, നല്ല രസമുണ്ടല്ലേ. ഇവിടുത്തെ അമ്പലങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ. മദനപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലൊരു കാഴ്ചയാണ്. ശ്രീ ഷിർദി സായ് APSRTC എംപ്ലോയീസ് ഹൗസിംഗ് വെൽഫെയർ സൊസൈറ്റി. അപ്പോൾ അവിടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. Welcome to